സ്തോത്രം സ്തോത്രം ഹാലലിയ സ്തോത്രം. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. താങ്ക് യു ജീസസ്. ഹാലലിയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദിക്കുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. റോസ് ഫാമിലി ഫേസ്ബുക്ക് പേജിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസി, കുടുംബം കടന്നു വന്ന ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ഒരു വചനവുമായി നിൽപ്പാൻ ദൈവം തന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലലിയ സ്തോത്രം. നമുക്കൊരു ബൈബിൾ വചനം വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം ആമീൻ സ്തോത്രം 17-ാം അധ്യായം 1 മുതലുള്ള വാക്യം. എന്നാൽ ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള തിഷ്ബൈനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളേണം. അവിടെ നിനക്ക് പട്ടണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. നമുക്ക് അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യവാനും പരിശുദ്ധമായ പൊന്നു പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രം. അവൻ്റെ മക്കളാ ഞങ്ങൾ ഒന്നിച്ച് ഒരു മെനപ്പെട്ട മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു. ഈ വചനം ഏതാത്മാവിൽ എഴുതിയോ അതേ ആത്മാവ് ശുശ്രൂഷിപ്പാൻ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നതിനാലും അങ്ങയുടെ വചനം പൂർണ്ണ ശക്തിയോടെ ബലത്തോടെ പ്രസ്താവിപ്പാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമം തന്നെ ആമേൻ. നമ്മൾക്കറിയാം സ്തോത്രം ഏലിയാവിനെ കുറിച്ച്. സ്തോത്രം ഹല്ലേലൂയ. ആമീൻ. 17-ാം അധ്യായത്തിന്റെ 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ ആമീൻ 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരുന്നു. സ്തോത്രം. ആമീൻ. ഏലിയാവിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ സ്തോത്രം, ദൈവം തെരഞ്ഞെടുത്ത ഒരു ഭക്തൻ. ആമീൻ സ്തോത്രം. ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് ആമീൻ ദൈവസന്നിധിയിൽ താണിരിക്കുന്ന ദൈവം വേർതിരിച്ചെടുത്തൊരു ഭക്തൻ. സ്തോത്രം. ഈ ഭക്തന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? സ്തോത്രം ഹല്ലേലൂയ. ആമീൻ. ഈ ഭക്തനാണെങ്കിൽ ആമീൻ സ്തോത്രം ദൈവത്തിൻ്റെ ആമീൻ തെരഞ്ഞെടുത്ത വ്യക്തിയാണേലും ഈ ഭക്തൻ ഇപ്പോഴത്തെ സാഹചര്യം സ്തോത്രം ഒരു പേടിയുടെ അനുഭവത്തിലാണ്. സ്തോത്രം ഹാലലിയ. ഇപ്പോൾ ഈ വ്യക്തിയുടെ അനുഭവം അല്ലെ ഈ ഭക്തന്റെ അനുഭവം ഒരു പേടിയും ഒരു ഭയപ്പാടിൻ്റെയും അനുഭവത്തിലിരിക്കുകയാണ്. സ്തോത്രം ആമീൻ. അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് തൻ്റെ ഭക്തനായ ഏലിയാവിന് വേണ്ടി ദൈവം ആമീൻ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? സ്തോത്രം, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാനു കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. സ്തോത്രം. നോക്കിയേ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവഭക്തൻ. ആമീൻ. നമ്മൾക്ക് അതിന്റെ 1-ാം വാക്യത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തേ? ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ സ്തോത്രം ആമീൻ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. അപ്പോൾ ദൈവവുമായിട്ട് അത്രമാത്രം ആമീൻ വ്യക്തിപരമായ ബന്ധവും ദൈവവുമായിട്ട് അത്രമാത്രം വിശ്വാസവും ആ ദൈവത്തോടുള്ള വിശ്വാസവും ഉള്ള ഈ ഭക്തന്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ അനുഭവിക്കുന്ന ആമീൻ വലിയൊരു പ്രതിസന്ധിയാണ്. ആമീൻ സ്തോത്രം. ആ പ്രതിസന്ധി ഇടയിൽ കൂടെയാണ് ഈ ഏലിയാവ് കടന്നു പോകുന്നത്. സ്തോത്രം ആമീൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വേർതിരിച്ചെടുത്ത ആമീൻ ദൈവത്തിന്റെ
ദൈവത്തിന്റെ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് ചില കെരീത്തിന്റെ അനുഭവമായിരിക്കും. സ്തോത്രം. ദൈവം വേർതിരിച്ചെടുത്തതാണോ? ആണ്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണോ? ആന്നു. ദൈവിക അരുളപ്പാട് ലഭിച്ച പൈതലാണോ? ആന്നു. പക്ഷേ ഇപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ചില കെരീത്തിന്റെ അനുഭവമാണെങ്കിൽ ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ചിലതൊക്കെ നിന്നെ കുറിച്ച് ചെയ്തെടുക്കുവാൻ എൻ്റെ കർത്താവിനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൈവം വേർതിരിച്ചെടുത്ത സ്തോത്രം നോക്കിക്കേ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. മഴയുടെ മേലും മഞ്ഞിന്റെ മേലും ഒരു അവകാശം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് വളരെ പ്രാഗൽഭ്യത്തോടെ പറയുന്ന ഒരു ഭക്തൻ. പക്ഷേ സ്തോത്രം, ഈ ഭക്തന്റെ ജീവിതത്തിനകത്ത് ഒരു കെരീത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്. എവിടേക്ക് നീ ചെല്ലാനാ? ഈ സ്തോത്രം ഏലിയാവിനോട് പറയുന്നേ, കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക, തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം. ഇപ്പോൾ സ്തോത്രം ജീവിതത്തിനകത്ത് ചിലപ്പോൾ ഒളിച്ചിരിക്കുന്നതിന്റെ ഒരു അനുഭവമായിരിക്കാം. സ്തോത്രം. നീ പ്രാർത്ഥിക്കുന്ന ദൈവവൈതല, ആരാധിക്കുന്ന ദൈവവൈതല, ദൈവ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ചതാ, ദൈവവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ട്. പക്ഷേ ഇപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ഒരു കെരീത്തിന്റെ അനുഭവമാണെങ്കിൽ ദൈവം പറയുക, കുറച്ച് ദിവസത്തേക്ക് നീ ഒളിച്ചിരിക്കുക. ഹല്ലേലൂയ. നിന്നിൽ കൊണ്ട് ദൈവത്തിന് ചില പദ്ധതികൾ ചെയ്യാനുണ്ട്. ദൈവത്തിന് ചില പ്രവർത്തികൾ വെളിപ്പെടുത്തുവാനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഈ കെരീത്തിലേക്ക് ഒളിച്ചിരിക്കുമ്പോൾ തന്റെ ഭക്തന് വേണ്ടി, തന്റെ സ്തോത്രം ഭക്തന് വേണ്ടി കർത്താവ് കരുതി വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. മാനുഷികമായി നമ്മൾ നോക്കിയാൽ കരുതി വെച്ചിരിക്കുന്നത് സ്തോത്രം നമുക്ക് കാണാൻ കഴിയത്തില്ല. പക്ഷേ സ്തോത്രം ഇവിടെ മാനുഷികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾക്കൊരു പ്രതീക്ഷയുമില്ലാത്ത, നമ്മൾക്കൊരു കാക്കയെ നോക്കുമ്പോൾ അതിനോട് അറുപ്പും അല്ലെങ്കിൽ ഒരു വെറുപ്പും ഒക്കെ ആയിരിക്കാം. സ്തോത്രം. കാരണം ആ കാക്കയോടെ എല്ലാവർക്കും പ്രത്യേകിച്ച് സ്തോത്രം ഒരു അറുപ്പും വെറുപ്പും ഒക്കെ ഉണ്ട്. പക്ഷേ ദൈവം കൽപ്പിച്ചത് സ്തോത്രം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത വണ്ണം ദൈവം തന്റെ ഭക്തന് വേണ്ടി കാക്കയോട് കൽപ്പിച്ചു. സ്തോത്രം. ഇവിടെ നോക്കിക്കേ, നമുക്ക് വായിക്കാൻ കഴിയുന്നത് സ്തോത്രം കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക, തോട്ടിൽ നിന്ന് നീ കുടിച്ചു കൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടതിന് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. കാക്കയോട് സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, നിന്നെ ദൈവം വേർതിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചില വ്യക്തി ജീവിതങ്ങളോട് നിനക്ക് വേണ്ടിയുള്ള വഴികൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തിനകത്ത് തകർന്നു കിടക്കുകയായിരിക്കാം, നിന്റെ ജീവിതത്തിനകത്ത് കഷ്ടതയായിരിക്കാം, നിന്റെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങളായിരിക്കാം. പക്ഷെ ഏലിയാവിന് വേണ്ടി സ്തോത്രം സ്വർഗം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആരുടെ കയ്യിലാണ് സ്തോത്രം ഹല്ലേലൂയ ഏലിയാവിന് വേണ്ടി ഭക്ഷണം കൊടുത്ത് മാനുഷികമായി നോക്കിയാൽ നമ്മൾക്ക് അറുപ്പ് തോന്നുന്ന അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്ന സ്തോത്രം ഈ കാക്കയോട് സ്തോത്രം കൽപ്പിച്ചു. ആ കാക്കയ്ക്കൊരു സ്വഭാവമുണ്ട്. നമ്മൾക്കറിയാം, വീട്ടിലെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയാണേലും അത് വെളിയിൽ എവിടെയെങ്കിലും കിടന്നാൽ അല്ലെങ്കിൽ കണ്ണ് തപ്പിയാൽ അത് കൊത്തിപ്പറിച്ചു കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ്. ഈ കാക്കയുടെ കയ്യിലാണ് ദൈവം തൻ്റെ ഭക്തന് വേണ്ടി അവിടെ വാക്യം കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. കൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രതിസന്ധി കൂടെ പോകുന്ന ദൈവത്തിന്റെ പൈതല്, പ്രയാസത്തിൽ കൂടെ പോകുന്ന ദൈവത്തിന്റെ പൈതല്, കർത്താവ് സ്തോത്രം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി സ്തോത്രം കൽപ്പിച്ചിരിക്കുക. ഈ ദിവസങ്ങൾ അത് വെളിപ്പെട്ടു വരും. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. എന്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്ത്, ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കകത്ത്, ഞാൻ അനുഭവിക്കുന്ന വേദനയ്ക്കകത്ത്, ആർക്കും എന്നെ വിടിവിക്കാൻ കഴിയാത്ത ഇടത്ത് എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ചിലരോടൊക്കെ പറഞ്ഞ് കൽപ്പിച്ചു വെച്ചിരിക്കുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്തോത്രം നോക്കിക്കേ, മാനുഷികമായി നോക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയുമില്ല. മാനുഷികമായി നോക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ നമ്മൾക്ക് ഈ കാക്കയുടെ അനുഭവം അറിയാം. മാനുഷികമായി നമുക്ക് അറുപ്പ് തോന്നും. പക്ഷേ സ്തോത്രം ദൈവം നമ്മൾ പ്രതീക്ഷിക്കാത്തടത്താണ് ദൈവം സ്തോത്രം നമ്മൾ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത മേഖലയിൽ കൂടെയാണ് തൻ്റെ ഭക്തന്മാരെ എൻ്റെ കർത്താവ്
കർത്താവ് നടത്തുന്നത്. ആമേൻ. നമ്മൾക്കൊരു വിചാരമുണ്ടായിരിക്കാം, ആമേൻ, നമ്മൾക്കൊരു ലക്ഷ്യബോധം ഒക്കെ ഉണ്ടായിരിക്കാം, സ്തോത്രം, ക്രിസ്തീയ ജീവിതത്തിനകത്ത്. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഹിതം, ദൈവിക ഇഷ്ടം, ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ ഫാക്ടന് ദൈവിക കൽപ്പന പ്രകാരം കർത്താവ് കൽപ്പിച്ചാക്കിയ രീതി ഒരു ഫാക്ടനെ കർത്താവ് വിളിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് അതിനെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും സർവശക്തനായ, സർവജ്ഞാനിയായ, തേജോമനായ, തേജസ്സേറിയ എൻ്റെ കർത്താവ് ശക്തനാണ്. അതുകൊണ്ടാണ് ഒരു യോഗ്യതയുമില്ലാത്ത എന്നെ, ആമീൻ, ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന്, ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമീൻ, ഇബ്രാഹിമിൻ്റെയും സൈനബയുടെയും, ആമീൻ, 3 മക്കളിൽ മൂത്ത മകളായി ജനിച്ച് വളർത്തപ്പെട്ടു. ആമീൻ. മാനുഷികമായി നോക്കിയാൽ ഈ കർത്താവിനെ കാണുവാൻ, ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരു യോഗ്യതയുമില്ല. ബൈബിൾ പറയുന്നു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. സ്തോത്രം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എൻ്റെ കർത്താവ് കണ്ടത് കൊണ്ടാ. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നും എനിക്ക് പറയാനില്ല, ഒരു പാരമ്പര്യം പറയാനില്ല. ആമീൻ. മാനുഷികമായി നോക്കിയാൽ ഒന്നിനും ഒരു, സ്തോത്രം, ഹല്ലേലൂയ, കഴിവില്ല. പക്ഷേ എൻ്റെ കർത്താവിനെ ലോകസ്ഥാപനത്തിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ കണ്ടത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു വചനവുമായി, ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം സഹായിച്ചത്. ആമേൻ. സ്തോത്രം. ഞാൻ വേഗത്തിൽ ചെറിയ രീതിയിൽ എൻ്റെ സാക്ഷ്യം പറയാം. എനിക്ക് യൂട്രസ് സംബന്ധമായ ഒരു അസുഖമുണ്ടായി. പല ഹോസ്പിറ്റൽ കയറി ഇറങ്ങി. ഒരു വിടുതലും ഇല്ലാതിരിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സഹോദരിയുടെ ടിവിയിൽ കൂടെ കണ്ട ടെസ്റ്റിമോണിയാണ്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ ദൈവം എന്നെ സഹായിച്ചത്. എൻ്റെ ഹസ്ബൻഡ് മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമത്തത്തിൽ കുടുങ്ങിയ എൻ്റെ കുടുംബത്തെ എൻ്റെ കർത്താവ് വേർതിരിച്ചെടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. അതെൻ്റെ മിടുക്കോ എൻ്റെ കഴിവോ എൻ്റെ പാരമ്പര്യമോ ഒന്നുമല്ല. ദൈവത്തിനു വേണ്ടി നമ്മൾ വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിനു വേണ്ടി നമ്മൾ ഇറങ്ങാൻ, നമ്മൾക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ, ആമി, കർത്താവ് നമ്മളെ വിളിച്ചിറക്കുമ്പോൾ, കർത്താവ് നമ്മളെ കാൽവറി രക്തം കൊടുത്തു. ദൈവിക വാക്തത്വം കേട്ട്, ദൈവ ശബ്ദം കേട്ട് ആര് ദൈവത്തിൻ്റെ മുമ്പിൽ ആമൻ താണിരിക്കുന്നു, ആ ദൈവ വിളിക്ക് ആര് ചെവി കൊടുക്കുന്നു, അവർക്ക് വേണ്ടി ആമൻ, സ്തോത്രം, അല്ല പ്രവർത്തിക്കുന്ന ഒരു ദൈവം. കർത്താവ് വിളിച്ചിറക്കിയാൽ ആമീൻ വഴിയിൽ തള്ളിപ്പോകും. ഇവിടെ ഏലിയാവിനെ കണ്ടോ? ദൈവം വിളിച്ചിറക്കി. ആമീൻ, സ്തോത്രം, ആ ഭക്തന് വേണ്ടി അതാത് സമയത്ത് ദൈവം കരുതി. അങ്ങനെയെങ്കിൽ സ്തോത്രം, എൻ്റെ ജീവിതത്തിനകത്ത് പ്രതിസന്ധിക്കകത്തൂടെ പോയപ്പോൾ, കഷ്ടതയിൽ കൂടെ പോയപ്പോൾ, ഭാരത്തിൽ കൂടെ പോയപ്പോൾ, ഹസ്ബൻഡ് മദ്യപാനത്തിനകത്ത് ആമീൻ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഇനി മുന്നോട്ട് ജീവിക്കണ്ട എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏലിയാവ് ഒരു നിമിഷം പറഞ്ഞു, എനിക്കിനി ജീവിക്കേണ്ട, സ്തോത്രം, മരിച്ചാൽ മതി. ആ അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. സ്തോത്രം. ഈ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഏതെങ്കിലും സ്തോത്രം കയറിലോ, ആമി, സ്തോത്രം, ഏതെങ്കിലും ആമി, സ്തോത്രം, റെയിൽവേ ട്രാക്കിലോ ആമി ജീവിതം അവസാനിപ്പിക്കേണ്ട സമയത്ത് കർത്താവായ യേശു ക്രിസ്തു എന്നെ തിരഞ്ഞെടുത്തു, എന്നെ പേർ ചൊല്ലി വിളിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെ പ്രാഗൽഭ്യത്തോടെ ആമി എൻ്റെ ജീവിതത്തിനകത്ത് സമാധാനം തന്നു, എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവ് സ്വസ്ഥത തന്നു. എൻ്റെ ജീവിതത്തെ കർത്താവ് മാറ്റിമറിച്ചെങ്കിൽ സ്തോത്രം, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, കരയുന്ന ദൈവവൈതലേ, നിലവിളിക്കുന്ന ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ദൈവം ആമീൻ അത്ഭുതം പ്രവർത്തിക്കുവാൻ സർവശക്തനാണ്. നീ വിളിക്കുന്ന ദൈവത്തെ മുറുകെ പിടിച്ച് സർവശക്തനായ യേശുവിന്റെ മുമ്പിൽ നിന്റെ ഹൃദയത്തെ പകരാൻ തയ്യാറാണെങ്കിൽ, നിന്റെ വിഷയത്തെ സ്തോത്രത്തോടെ ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് പേർ ചൊല്ലി വിളിച്ച നിന്നെ നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് കരുതിയിട്ടുണ്ട്. ഈ ദിവസങ്ങൾ അത് വെളിപ്പെടും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ ജീവിതത്തിനകത്ത് ഇപ്പോൾ കെരീത്തിന്റെ അനുഭവമാണ്. ആമീൻ. ഇന്ന് ഈ വചനം ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് അത് പ്രവർത്തിക്കും, അത് നിവർത്തീകരിക്കുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്ന? ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ എങ്കിലേക്ക് തിരികെ വരത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് ചില കെരീത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി സ്വർഗം ആമൻ ചില വാതിലുകളെ ആമൻ എൻ്റെ കർത്താവ് തുറക്കപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും.
ഇവിടെ നോക്കിക്കേ, സ്തോത്രം, കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. കണ്ടോ, ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുന്ന ദൈവ പൈതലിനു വേണ്ടി ദൈവം പ്രവർത്തിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാൻ തുടങ്ങിയപ്പോൾ, ദൈവത്തിന്റെ വചനം കേൾക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ആര് കേൾക്കുന്നോ, ദൈവത്തിന്റെ വചനം ആരനുസരിക്കുന്നോ, അവർക്ക് വേണ്ടി സ്തോത്രം, ഹല്ലേലൂയ, ദൈവം പ്രവർത്തിക്കുമെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വാക്കനുസരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് വേണ്ടി കെരീത്താണേലും സ്തോത്രം, ഹല്ലേലൂയ, കാരാഗ്രഹമാണേലും സ്തോത്രം, ആർക്കും പ്രതീക്ഷയില്ല, നീ ഇവിടം കൊണ്ട് തീർന്നു, നിനക്കിനി മുന്നോട്ടൊരു ജീവിതമില്ല, നിന്റെ ജീവിതത്തെ അവസാനിച്ചുവെന്ന് ആമേൻ സ്തോത്രം ലോകം പതി എഴുതുമ്പോൾ, സാത്താൻ വിഴിയുമ്പോൾ സ്തോത്രം, ദൈവത്തിന്റെ പൈതലേ, നീ ദൈവിക വചനത്തിനു വേണ്ടി, ദൈവത്തിന്റെ വാക്തത്വത്തിനു വേണ്ടി ദൈവ സന്നിധിയിൽ മുട്ടുമടക്കി കരയുന്ന, നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ നിന്നെ ഒരു ശത്രുവിനും തകർക്കാൻ കഴിയത്തില്ല. സാത്താനെ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർത്ത എന്റെ യേശു ക്രിസ്തു നിന്നോട് കൂടെ ഉണ്ട്. കർത്താവായ യേശു ജയിച്ചെങ്കിൽ നീയും ജയിച്ചിരിക്കും. ഇവിടെ നോക്കിയേ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്തോടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. നോക്കിയേ, എത്ര സ്തോത്രം, തന്റെ ഭക്തന് വേണ്ടി കരുതുവാൻ, സ്തോത്രം, തന്റെ ഭക്തന് വേണ്ടി കരുതുന്ന ഒരു ദൈവം. സ്തോത്രം. തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. സ്തോത്രം. തൻ്റെ ഹല്ലേലൂയ, എത്ര അപ്പൻ്റെ സ്നേഹം മക്കൾക്ക് വേണ്ടി. ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പ്രയാസത്തോടെ നീ ഇരിക്കാനല്ല പറഞ്ഞത്. സ്തോത്രം, ഹല്ലേലൂയ. നീ ഇരിക്കുന്നിരുന്ന് ഇടുപ്പിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കണം. നീ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തണം. സ്തോത്രം, സ്തോത്രം. എനിക്കും നിനക്കും ലഭിച്ച ഭാഗ്യം മഹാ അത്ഭുതകരമായ ഭാഗ്യമാ, ആർക്കും ലഭിക്കാത്ത ഭാഗ്യമാ. സ്തോത്രം. നീ സാധാരണക്കാരിയല്ല, നീ സാധാരണക്കാരനല്ല. നിന്നെ ദൈവം തിരഞ്ഞെടുത്തത്, കർത്താവിന്റെ രക്തം കൊടുത്തു നിന്നെ വീണ്ടെടുത്തത്, മക്കളെന്ന പദവി തന്ന. നീ സാധാരണക്കാരിയല്ല, സാധാരണ വ്യക്തിയല്ല. നിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം പകർന്നിട്ടുണ്ട്. ദൈവം നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുക. സ്തോത്രം. തന്റെ ഭക്തന് വേണ്ടി കരുതുന്ന ഒരു ദൈവം. സ്തോത്രം. ഈ ദൈവത്തെ ഇരിക്കുന്നിരിപ്പിൽ നിന്ന് സ്തുതിച്ച് ഒന്ന് മഹത്വപ്പെടുത്തിക്ക്. നീ സ്തോത്രം ചെയ്യുമ്പോൾ നിന്റെ അന്തരാത്മാവ് നിറയട്ടെ ഹൃദയം കൊണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ഉള്ളവൊന്ന് നിറയട്ടെ. സ്തോത്രം. സ്തോത്രം. നിനക്ക് വേണ്ടി ഒരു കരുതുന്ന ദൈവം, നിന്റെ പ്രാർത്ഥനയ്ക്കകത്തുറങ്ങി വരുന്ന ഒരു ദൈവം, നിന്റെ ഹൃദയത്തെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലൊന്ന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, കർത്താവേ, എൻ്റെ ഹൃദയത്തെ നിനക്ക് തരുന്നു, എൻ്റെ നാവിനെ ഞാൻ നിനക്ക് തരുന്നു സ്തോത്രം ചെയ്യുവാൻ, എൻ്റെ കണ്ണിനെ ഞാൻ ദൈവവചനം വായിക്കുവാൻ, എൻ്റെ ചെവിയെ ബൈബിളിന്റെ ശബ്ദങ്ങൾ, വാക്യങ്ങൾ കേൾക്കുവാൻ, ദൈവ ശബ്ദം കേൾക്കുവാൻ. ഇന്ന് സ്തോത്രം, നീ ഹൃദയത്തെ, നിന്റെ ശരീരത്തിന്റെ സ്തോത്രം, ഓരോ അവയവങ്ങളെയും എൻ്റെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തും. സ്തോത്രം. മനുഷ്യർക്ക് വിടുവിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. സഹായിക്കാമെന്ന് പറയുന്നവർ നമ്മൾ എത്ര കാത്തിരുന്നാലും സമയമാവുമ്പോൾ അയ്യോ, അല്ലെ സിസ്റ്ററെ, അല്ലെ ബ്രദറെ, അതെനിക്ക് ലഭിച്ചില്ല എന്ന് പറയും. ഭാര്യ ചിലപ്പം തള്ളിപ്പറഞ്ഞിരിക്കാം, ചിലപ്പോൾ ഭർത്താവ് തള്ളിപ്പറയും. സ്തോത്രം. മക്കൾ ചിലപ്പോൾ തള്ളിപ്പറയും. സ്തോത്രം. നിന്റെ പാപത്തെ കണ്ട്, നിന്റെ വേദനയെ കണ്ട്, നിന്റെ പ്രയാസത്തെ കണ്ട്, നിന്റെ കഷ്ടതയെ കണ്ട്, നിന്റെ കുറവശങ്ങളെ കണ്ട്, സ്തോത്രം, ദൈവം നിങ്ങളെയും എന്നെയും വേർതിരിച്ചെടുത്തത് ഞാൻ ആരാണെന്നും നിങ്ങൾ ആരാണെന്നും പരിശുദ്ധാത്മാവിന് നന്നായി അറിയാം. നമ്മുടെ കുറവുകളെ അറിഞ്ഞ് സ്തോത്രം സ്നേഹിച്ചൊരു കർത്താവ്, നമ്മുടെ ബലഹീനതകളെ അറിഞ്ഞ് സ്നേഹിച്ച, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ കർത്താവ് ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. സ്തോത്രം. ആർക്കും വേണ്ടാത്തതിനെ, സ്തോത്രം, എല്ലാവരും ഇനി ഒരിക്കലും ഒരു ഗതി പിടിക്കത്തില്ലെന്ന് പറഞ്ഞതിനെ, സമൂഹം മാറ്റി നിർത്തിയതിനെ, സ്തോത്രം,
ഒരു ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് തള്ളിയതിനെ സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെയുള്ള എന്നെയും നിങ്ങളെ എൻ്റെ കർത്താവ് വേർതിരിച്ചെടുത്തു. നമ്മൾക്ക് പുകഴുവാൻ ഒന്നുമില്ല, പ്രശംസിപ്പാൻ ഒന്നുമില്ല. നമ്മുടെ മിടുക്കോ നമ്മുടെ പാരമ്പര്യമോ നമ്മുടെ കുലമഹിമയോ ഒന്നും കൊണ്ടല്ല കർത്താവ് നമ്മളെ കണ്ട്. നമ്മളെ നന്നായി അറിയുന്ന ഒരു ദൈവം, ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലും അറിയുന്ന ഒരു ദൈവം. അവന്റെ മുമ്പിൽ സകലവും നഗ്നവും മലർന്നും കിടക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. എത്ര വിശ്വസ്തനായ ദൈവം. ആ കർത്താവിന് നമ്മുടെ പ്രയാസം അറിയത്തില്ലേ? സ്തോത്രം. സ്വന്തം നമ്മുടെ മക്കള് ഒരു ഡ്രസ്സ് വേണമെങ്കിൽ സ്തോത്രം, അല്ലെ അവർക്ക് കഴിക്കാൻ ആഹാരം വേണമെങ്കിൽ, അല്ലെ അവരെ പഠിപ്പിക്കണമെന്ന് നമ്മുടെ മക്കൾക്ക് മാതാപിതാക്കളായ നമ്മൾക്ക് സ്തോത്രം ഹല്ലേലൂയ ഒരു തോന്നല്, അവരെ നന്നായി പഠിപ്പിക്കണം, അവർക്ക് നല്ല ആഹാരം കൊടുക്കണം എന്നൊക്കെ മാനുഷികമായ രീതിയിൽ ഒരു മാതാവെന്ന നിലയിൽ, അല്ലെ ഒരു പിതാവെന്ന നിലയിൽ നമ്മൾക്ക് നമ്മുടെ മക്കളോട് തോന്നുമെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുവാൻ ഈ കർത്താവ് സർവശക്തനല്ലേ? ഈ കർത്താവ് സർവശക്തനല്ലേ? ഈ കർത്താവ് സർവശക്തനല്ലേ? സ്തോത്രം. സർവശക്തനാ. നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മക്കൾക്ക് വേണ്ടി കരുതുവാൻ. സ്തോത്രം. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. എനിക്ക് സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് കഷ്ടതയോടെ ഭാരത്തോടെ ഹൃദയ നുറുങ്ങത്തോടെ ചില വ്യക്തി ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നിരാശയിട്ട് സാത്താൻ ഇനി മുന്നോട്ട് പോകത്തില്ലെന്ന് വാദിച്ചു വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, നിനക്ക് വേണ്ടി ഇന്ന് സ്തോത്രം കർത്താവ് കരുതിയത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവാ. അത് നീ സാക്ഷ്യം പറയാം. എൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി മക്കളായ എനിക്ക് വേണ്ടി എൻ്റെ സ്വർഗത്തിലെ അപ്പൻ കരുതിയെന്ന് അടയാളത്തോടെ വെളിപ്പെടാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നു? എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി കരുതും. സ്തോത്രം, സ്തോത്രം. ലോകപ്രകാരം നമ്മുടെ അപ്പനും നമ്മുടെ മക്കൾക്കും കരുതുവാൻ നമ്മൾ ലോകപ്രകാരമൊക്കെ സ്തോത്രം ചെയ്യുന്നുവെങ്കിൽ, ദൈവം കർത്താവ് തൻ്റെ വില രക്തം കാൽവറി കൊടുത്ത തൻ്റെ മക്കളെ അപ്പൻ പോറ്റാതിരിക്കുവോ? സ്തോത്രം ഹല്ലേലൂയ. അപ്പൻ സംരക്ഷിക്കാതിരിക്കുവോ? അപ്പൻ കരുതാതിരിക്കുവോ? സ്തോത്രം ഹല്ലേലൂയ. കരുതും. പിന്നെ ഒരു കാര്യമുണ്ട്, അപ്പൻ പറയുന്നത് അനുസരിച്ച് ഈ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ അപ്പൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു വ്യക്തിയുടെ മുമ്പിൽ സ്തോത്രം ഹല്ലേലൂയ അപ്പൻ തല കുനിക്കുവാൻ അല്ലെ കൈ നീട്ടുവാൻ അനുവദിക്കത്തില്ല. ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ദൈവസന്നിധി നിലവിളിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി സ്തോത്രം ഹല്ലേലൂയ വേറൊരു വ്യക്തിയുടെ മുമ്പിൽ നീ മുട്ടുമടക്കുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഈ അപ്പനെ നമ്മൾ മനസ്സിലാക്കാതെ നമുക്ക് പ്രതികൂലങ്ങൾ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, അല്ലെ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒന്നിൽ അയലോക്കത്ത് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും നല്ല അടുത്തുള്ള ഫ്രണ്ട്സിനോട് ചോദിക്കും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് ചോദിക്കും, അല്ലെങ്കിൽ മാതാപിതാക്കളോട് ചോദിക്കും. ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞ് എങ്ങും കിട്ടാതെ വരുമ്പോഴാണ് സ്വർഗത്തിലേക്കൊന്ന് നോക്കുന്നത്. പക്ഷെ ഇന്നു മുതൽ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിലൊന്ന് ആശ്രയിക്കാൻ തയ്യാറായാൽ, നിനക്കൊരു കഷ്ടത വരുമ്പോൾ, നിനക്കൊരു പ്രതികൂലം വരുമ്പോൾ, നിനക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, നീ ഇട്ടിട്ട് ആ അപ്പൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ തയ്യാറാണെങ്കിൽ, ആ അപ്പനോട് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്റെ വിഷയത്തെ ഒന്ന് ഏൽപ്പിക്കാൻ തയ്യാറാണെങ്കിൽ, നിനക്ക് വേണ്ടി സ്തോത്രം എൻ്റെ കർത്താവ് കരുതും. ഇവിടെ നോക്കിയേ, സ്തോത്രം. അവൻ ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ പാർത്തു. കാക്ക അവന് രാവിലെ അപ്പവും ഇറച്ചിയും വൈകുന്നേരത്തെ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്ന് കൊടുക്കും. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. സ്തോത്രം ഹല്ലേലൂയ. ഏലിയാവിന് വേണ്ടി കഴിക്കാനുള്ളത് രാവിലെയും വൈകിട്ടും സ്തോത്രം ഹല്ലേലൂയ കൊടുക്കും. ഉച്ചയ്ക്ക് മിക്കവാറും ഞാൻ എപ്പോഴും ഒരു ഉപവാസമായിരിക്കാം. സ്തോത്രം ഹല്ലേലൂയ. തോട്ടിൽ നിന്ന് അവൻ കുടിക്കും. എന്നാൽ ദേശത്ത് മഴ പെയ്യാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്ന് കണ്ടോ?
കുറെ ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഭക്തന്റെ ആഹാരം, വെള്ളം, സ്തോത്രം, വറ്റിപ്പോയപ്പോൾ ഈ തോട്ടിന് അരികത്തു വെള്ളം വറ്റിപ്പോയപ്പോൾ, സ്തോത്രം, അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത്, ആമേൻ, നമ്മുടെ ജീവിതത്തിനകത്ത് ഇല്ലായ്മ വരുമ്പോൾ നമ്മുടെ അപ്പൻ അറിയാം കേട്ടോ. അടുത്തിരുന്ന് പായൽ ആരാധിക്കുന്ന ആർക്കും അറിയത്തില്ലായിരിക്കാം, സ്വന്തം സഹോദരങ്ങൾക്ക് അറിയത്തില്ലായിരിക്കാം, ദേശത്തറിയത്തില്ലായിരിക്കാം, പക്ഷെ എൻ്റെ അപ്പൻ അറിയാം. എപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് കുറവ് വരുന്നോ അപ്പോൾ ഏലിയാവിന് ദൈവശബ്ദം കേട്ടു. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് കേൾക്കുന്നില്ലേ? സ്തോത്രം, ആമേൻ. ഏലിയാവിനോട് പറഞ്ഞു, എന്താ പറഞ്ഞേ? നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരാഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്കുക, നിന്നെ പുലർത്തേണ്ടതിന് അവിടെയുള്ള ഒരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. കണ്ടോ, മാനുഷികമായി നോക്കിയാൽ ഒരു വിധവ. ഈ വിധവയുടെ അനുഭവം എന്താ? സ്തോത്രം. വിധവയുടെ അനുഭവം ആകെ 2 അപ്പമുണ്ടാക്കി, 1 മോനും കൊടുത്ത് 1 ഈ വിധവയും കഴിച്ച് മരിക്കാനിരിക്കുന്ന ഒരു വിധവ. സ്തോത്രം. ഈ വിധവയുടെ അടുത്തേക്കാണ് ദൈവം ഏലിയാവിനെ പറഞ്ഞു വിടുന്നത്. മാനുഷികമായി നോക്കിയാൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല. സ്തോത്രം, ശരിയല്ലേ? മാനുഷികമായി നോക്കിയാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. ഈ ഏലിയാവ് അവിടെ ചെന്ന് പറഞ്ഞ കാര്യം നോക്കിക്കേ. അവിടെയും പറഞ്ഞിരിക്കുക, നമ്മൾ കണ്ടു, കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്ന എന്താ? അവിടെയുള്ള ഒരു വിധവയോട് ഞാൻ ഒരു വിധവയോട്. ഒത്തിരി വിധവമാരവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എൻ്റെ ദൈവം ഒരു വിധവയോട് കൽപ്പിച്ചു. സ്തോത്രം. ഒരു വിധവയോട്. ഒത്തിരി പേര് കാണും, പക്ഷെ ദൈവം കൽപ്പിച്ചിരിക്കുന്നത് അതിന് തക്ക മനസ്സുള്ളവരോടും ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെട്ടവരോടും അല്ലെ ഇനി പ്രയോജനപ്പെടുവാനിരിക്കുന്നവരോടും ദൈവം ആ വ്യക്തിയുടെ ഹൃദയവും അന്തരാത്മാവും ആഴമായി മനസ്സിലാക്കി ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നതാണെന്നും തൻ്റെ അഭിഷിക്തന്മാരെ അല്ലെ ദൈവമക്കളെ അല്ലെങ്കിൽ സ്തോത്രം, ആമേൻ, കരുതുന്നവരാണെന്നും എൻ്റെ കർത്താവ് അറിഞ്ഞ ആ വിധവയുടെ അടുത്തേക്ക് അറിഞ്ഞ് ഈ ഏലിയാവിനെ അയക്കുക. സ്തോത്രം. അപ്പോൾ എത്രമാത്രം നമ്മളാണെങ്കിൽ ഈ ഏലിയാവ് അവിടെ ചെല്ലുകയാണ്. അവിടെ ചെന്ന് പറഞ്ഞ എന്താ? അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അത്രമാത്രം ദാഹമാ. നമ്മൾ വായിച്ചു, എന്താ? തോട് വറ്റിപ്പോയി. അപ്പോൾ ഏലിയാവിന് ഭയങ്കര ദാഹമാണ്. അപ്പോൾ ഏലിയാവിന്റെ ആവശ്യം, ഏലിയാവിന് ഇത്തിരി വെള്ളം വേണം. സ്തോത്രം. ഏലിയാവിന് അവിടെ വേണ്ടത് വിശപ്പാണ്. സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, നിനക്ക് എന്താ ആവശ്യം? ഇന്ന് പരിശുദ്ധാത്മാവ് വയ്ക്കുക. ആത്മീക ദാഹമാണോ? സ്തോത്രം. കർത്താവിന് വേണ്ടി നിലനിൽക്കാനുള്ള ആഗ്രഹമാണോ? ദൈവ രാജ്യത്തിന് വേണ്ടി ശക്തമായി എന്നെ ഉപയോഗിക്കണമെന്നുള്ള ആഗ്രഹമാണോ? നിന്റെ കുടുംബത്തിനകത്തെ ആമേൻ സ്തോത്രം വിഷയമാണോ? സ്തോത്രം. എന്താ ആഗ്രഹം? ആഗ്രഹം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ദൈവം, ആഗ്രഹം അറിഞ്ഞ് നിറവേറ്റിക്കൊടുക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ആരെങ്കിലും ഇന്ന് പരിശുദ്ധാത്മാവിൽ, സ്തോത്രം, ആമേൻ, പരിശുദ്ധാത്മാവിനെ ആഴമായി എൻ്റെ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ആരൊക്കെയോ ഇന്ന് സ്തോത്രം, എൻ്റെ ദൈവമേ, എനിക്ക് ദൈവത്തിനു വേണ്ടി ഇത് പ്രയോജനപ്പെടണം, ദൈവരാജ്യത്തിന് വേണ്ടി എന്നെ ശക്തമായി ഉപയോഗിക്കണം, അന്ത്യകാലത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ ഒന്ന് ഉപയോഗിക്കണമേ കർത്താവേ എന്ന ഭാരത്തോടെ ഇരിക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദാസിയെ എൻ്റെ കർത്താവ് പറയുക, ഈ ദിവസങ്ങൾ യാചിക്കുന്നവർക്ക് അളവ് കൂടാതെ പരിശുദ്ധാത്മാവിനെ എത്ര ലഭിക്കും? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ
സ്തോത്രം. പരിശുദ്ധാത്മാവ് പറയുക, ഒരളവ് കൂടാതെ ഒരാത്മാഭിഷേകം നിന്റെ മേൽ പകരപ്പെടാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് പറയുന്നു. സ്തോത്രം. ഒരളവ് കൂടാതെ ആത്മാവിന്റെ സാന്നിധ്യം. സ്തോത്രം. ആത്മാവ് വന്നാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നാൽ, സത്യത്തിന്റെ ആത്മാവ് വന്നാൽ ആ വ്യക്തിയെ സകല സത്യത്തിലും വഴി നടത്തും. സ്തോത്രം. പിന്നെ ആ വ്യക്തിയോട് ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ, ഒന്ന് സ്തുതിച്ചേ, ഒന്ന് സ്തോത്രം ചെയ്തേ എന്ന് പറയേണ്ട കാര്യമില്ല. ദൈവം നടത്തിയ വിധങ്ങൾ ഓർത്ത്, ദൈവം അനുഗ്രഹിച്ച വിധങ്ങൾ ഓർത്ത്, ദൈവം കരുതിയ വിധങ്ങൾ ഓർത്താൽ ദൈവത്തെ സ്തുതിക്കാതെ എങ്ങനെ ഇരിക്കും? ദൈവത്തെ മഹത്വപ്പെടുത്താതെ എങ്ങനെ ഇരിക്കും? ദൈവം നടത്തിയ ഒരു ദൈവ പൈതൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കും. അതിനാരുടെ റെക്കമെന്റ് വേണ്ട. കൈയുള്ളവൻ കൈകൊട്ടി ആരാധിക്കും, നാവുള്ളവൻ സ്തോത്രം ചെയ്യും, ഹല്ലേലൂയ പറയും, ദൈവത്തെ മഹത്വപ്പെടുത്തും. ആമേൻ. ദൈവത്തെ രുചിച്ചറിഞ്ഞ ഒരു ഭക്തൻ ദൈവത്തിനു വേണ്ടി ശക്തമായി നിലനിൽക്കും. ആമേൻ. ആ വ്യക്തിയുടെ ലക്ഷ്യം എനിക്ക് നിത്യതയിൽ പോകണം, എന്നെ ഒരുക്കണം. ആമീൻ. ചിലരെ കൂടെ ഒരുക്കണം. ആമീൻ. എനിക്ക് പ്രാർത്ഥന ആമീൻ. സ്തോത്രം. പ്രാർത്ഥിക്കണം. എന്നെ സ്തോത്രം ചില ആത്മാക്കളെ നേടണം. അങ്ങനെ ആയിരിക്കും ആത്മാവിന്റെ കത്തലുള്ള അഭിഷേകത്തിന്റെ നിറവുള്ള ഒരു ദൈവ പൈതൽ. സ്തോത്രം. ആ ദൈവ പൈതൽ ഒരു മിനിറ്റ് അടങ്ങിയിരിക്കത്തില്ല. സ്തോത്രം. പ്രാർത്ഥിക്കാൻ കഴിവുള്ള ദൈവ പൈതൽ പ്രാർത്ഥിക്കും. ആരാധിക്കാൻ അറിയാം, ആരാധിക്കും. ആമീൻ. സ്തോത്രം. സുവിശേഷം പറയാനാണെങ്കിൽ സുവിശേഷം പറയും. സ്തോത്രം. ദൈവം എന്താണോ താലന്ത് കൊടുത്തത്, ആമീൻ, ദൈവത്തിന്റെ അഭിഷേകമുള്ള ആ ദൈവ പൈതൽ അടങ്ങിയിരിക്കത്തില്ല. ദൈവത്തിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടും. ഇന്ന് പരിശുദ്ധാത്മാവിനെ ആഴമായി ആഗ്രഹിക്കുന്ന ദൈവ പൈതലെ, എനിക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണം, എനിക്ക് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിന്നോട് പരിശുദ്ധാത്മാവ് പറയാ, പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസം കർത്താവ് ആമീൻ നിന്നെ ശക്തമായി ദൈവ രാജ്യത്തിനു വേണ്ടി ആമീൻ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു പരിശുദ്ധാത്മാവ് പറയും. സ്തോത്രം. ആമീൻ. കൊയ്ത്തു വളരെയുണ്ടോ, വേലക്കാര് ചുരുക്കം. കൊയ്ത്തിന്റെ വേലക്കാർക്ക് വേണ്ടി അപേക്ഷിപ്പാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, കർത്താവിനോട് അപേക്ഷിപ്പാൻ തയ്യാറാണെങ്കിൽ കർത്താവ് തരാൻ തയ്യാറാണ്. അപേക്ഷിക്കണം. ആമീൻ. വേലക്കാർക്ക് വേണ്ടി അപേക്ഷിക്കണം. കൊയ്ത്ത് വളരെ ഉണ്ട്. സ്തോത്രം. കൊയ്ത്ത് വളരെ ഉണ്ട്. ചില കെട്ടപ്പെട്ട കഴുതകളുണ്ട്. സ്തോത്രം. ആർക്കും അഴിക്കാൻ കഴിയാതെ, ആമീൻ, ആരും ചെല്ലാത്തടത്ത്, ആമീൻ, ദൈവം പറയുന്നു, സ്തോത്രം, നിന്നെ ആരും ചെല്ലാത്ത ദേശത്തേക്ക്, ആരും നിന്നെ അയച്ചിട്ടില്ലാത്ത ചില വ്യക്തി ജീവിതങ്ങളെ ആമീൻ ക്രിസ്തുവിലേക്ക് നേടുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ നിന്നെ തട്ടി ഉണർത്തി, ആമീൻ, നിന്നെ ദൈവ രാജ്യത്തിനു വേണ്ടി ദൈവിക വാഗ്ദത്തം നിറവേറുവാൻ അന്ത്യകാലത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വീണ്ടും പരിശുദ്ധാത്മാവ് നിന്നെ തട്ടി ഉണർത്തുകയാ. എഴുന്നേൽക്ക. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക. സ്തോത്രം. മതി. സ്തോത്രം. ആമീൻ. പ്രതിസന്ധികൾ മുന്നിലിട്ട്, പ്രശ്നങ്ങളെ മുന്നിലിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, ദൈവിക ആലോചന പല പ്രാവശ്യം കേട്ടതാ. പക്ഷെ സ്തോത്രം, ജീവിതത്തിനകത്ത് പ്രതിസന്ധിയെ നോക്കി ആമീൻ ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് ആമീൻ സ്തോത്രം നോക്കി നിൽക്കുന്ന വ്യക്തിയെ നിന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ്, ഏലിയാവിന് വേണ്ടി കരുതുവാൻ ദൈവം സർവശക്തനാണെങ്കിൽ നിനക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. ആമേൻ. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കേണ്ടതിന് ഞാൻ സാക്ഷ്യം പറയാം. സ്തോത്രം. എൻ്റെ ഹസ്ബൻഡ് ദുബൈയിൽ സൂപ്പർ മാർക്കറ്റിൽ ക്യാഷ്യറായി വർക്ക് ചെയ്യുകയായിരുന്നു. സ്തോത്രം. വിശ്വാസത്തിന്റെ പേരിൽ സുവിശേഷം പറഞ്ഞത് നിമിത്തം ആമേൻ ജോലി നഷ്ടപ്പെട്ടു. ആമേൻ. നാട്ടിൽ വന്നു. ഞങ്ങൾ വിശ്വാസത്തിലേക്ക് ആമേൻ പിച്ച വെച്ച് നടക്കുന്ന സമയം, അപ്പനില്ല, അമ്മയില്ല, ദേശക്കാരില്ല, ആമേൻ സ്തോത്രം, ആരുമില്ല, ആരോടും പറയാനും കഴിയത്തില്ല. ആമേൻ. വളരെ വലിയ പ്രതിസന്ധിക്കകത്തൂടെ ഞങ്ങൾ കടന്നുപോയി. സ്തോത്രം. ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ആരെയും അറിയത്തില്ല. സ്തോത്രം. വളരെ പ്രയാസത്തിൽ കൂടെ പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഒരു വചനം തന്നു, മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കാം. അപ്പോഴും ആ വചനത്തിന്റെ ആഴം അറിയത്തില്ല. സ്തോത്രം. ഒരു ദിവസം ഒരു ദൈവദാസിയുടെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, കിണറെ പൊങ്ങിവ. ആ മെസ്സേജ് കേട്ട് വീട്ടിൽ വന്നിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡൂടെ കൈകോർത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നന്മകൾ പൊങ്ങി വരട്ടെ. അറിയത്തില്ല, ആ വചനത്തിന്റെ അന്നൊന്നും ആഴം അറിയത്തില്ല.
പക്ഷെ ദൈവം വിശ്വാസത്തിന് എന്താണെന്നും വിശ്വാസ ജീവിതം എന്താണെന്നും ഞങ്ങളെ പഠിപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. അന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ രാത്രി വെളുക്കോളം പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നന്മ പൊങ്ങി വരട്ടെ. ആമേൻ. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം, ദൈവം ഞങ്ങൾ പോലും അറിയാത്ത ഒരു വ്യക്തിയിൽ കൂടെ, സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ട മന്ന, കൂടുതലുമല്ല കുറവുമല്ല, എത്ര വേണം അത്രയും തരുവാനൊരു സർവശക്തനായ ദൈവം ഞങ്ങൾക്ക്, സ്തോത്രം, വഴിയൊരുക്കി. ദൈവമക്കളെ, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, അന്ന് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് ഇറങ്ങുന്ന സമയമാണ്. സ്തോത്രം, ആമേൻ. ഞങ്ങൾക്ക് നാളെ എങ്ങനെ എന്നൊത്തിരി ചിന്തയുണ്ടായിരുന്നു. ഞങ്ങൾ ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ചു. കുഞ്ഞുങ്ങളുടെ പഠനം എങ്ങനെ നടക്കും, ആമേൻ, ഞങ്ങളുടെ കാറിൻ്റെ ലോൺ എങ്ങനെ അടയും, മാനുഷികമായ ചിന്തയാണ്. എങ്ങനെ വാടക കൊടുക്കും. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന, ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾ ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയാൽ, ദൈവരാജ്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ, എൻ്റെ ജീവിതം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം എങ്ങനെ ഇനിയും മുന്നോട്ട് പോകുമെന്ന ചില ചിന്തയുമായി ചോദിക്കുന്ന ദൈവവൈതലിനോടാ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നേ. സ്തോത്രം. ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിനു വേണ്ടി, സുവിശേഷം നിമിത്തം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, ദൈവ ശബ്ദം കേട്ട്, ദൈവ വിളി കേട്ട് നീ ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, നിനക്ക് വേണ്ടി, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം, കർത്താവ് നടത്താൻ സർവശക്തനാണ്. വിളിച്ചവൻ വഴിയിലിട്ടിട്ട് പോകത്തില്ല. ഞങ്ങൾ 3 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചു. ഞങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി വഴി നടത്തുന്നു. സ്തോത്രം. ഇത് പറഞ്ഞതിൻ്റെ ചുരുക്കം, മാനുഷികമായി ഞങ്ങൾക്കൊരു ചിന്ത, എങ്ങനെ നടക്കും കർത്താവ്, എങ്ങനെ? സ്തോത്രം. ഇവിടെ നോക്കിക്കേ, ഏലിയാവിന് വേണ്ടി ദൈവം വേർതിരിച്ചിട്ട് ഏലിയാവ്, ആ ഏലിയാവിൻ്റെ വിശപ്പിനനുസരിച്ച് എൻ്റെ ദൈവം കൊടുത്തെങ്കിൽ, ദൈവത്തിൻ്റെ പൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, കരയുന്ന ദൈവ പൈതലേ, നിന്റെ ഹൃദയത്തെ ദൈവത്തിനു വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി നീ ചുമൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി കരുതുവോ എൻ്റെ കർത്താവ് സർവശക്തനാണ്. സ്തോത്രം. വിളിച്ചവൻ വിശ്വസ്തനാ. സ്തോത്രം. പെറ്റ തള്ള തൻ കുഞ്ഞിനെ മറന്നാലും എൻ്റെ കർത്താവ് മറന്നില്ല. സ്തോത്രം. മനുഷ്യൻ മാറും. അതുകൊണ്ടാണ് കർത്താവ് അന്ന് തന്ന വചനം, മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിച്ചാൽ സ്തോത്രം, കുറച്ച് കഴിയുമ്പോൾ അവൻ പറയും. ദൈവം തന്നാൽ, ദൈവം ഏൽപ്പിച്ചാൽ അത് കണക്ക് പറയത്തില്ല. ദൈവം തന്നാൽ സ്തോത്രം, ഹല്ലേലൂയ, നിനക്ക് വേണ്ടത്, സ്തോത്രം, ദൈവം തരും. പക്ഷെ ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറാണ്. സ്തോത്രം. ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറാവുമ്പോൾ ദൈവം നമ്മളെ കരുതും. സ്തോത്രം. ഈ ക്രിസ്തീയ ജീവിതം നമുക്ക് നിത്യതയിലേക്ക് പോകുന്ന ഒരു ഓട്ടമാണ്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരുണ്ട്. ആ ചുരുക്കം പേരാണ്, സ്തോത്രം, വിരുദ് പ്രാപിക്കുന്നവർ ചുരുക്കം പേരാ. ആ ചുരുക്കം പേരിലാകാൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക. അതുകൊണ്ട് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ദൈവത്തിനു വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ, നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ജീവിതത്തിനകത്തും ക്രമീകരണങ്ങൾ വരുമ്പോൾ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമ്പോൾ, കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്തായിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവ് ഇരിക്കണമെങ്കിൽ നമ്മുടെ മേൽ ആത്മാവിൻ്റെ ഫലം ഉണ്ടായിരിക്കണം. സ്നേഹം, സന്തോഷം, സമാധാനം, സ്വസ്ഥത, ദീർഘക്ഷമ, പരോപകാരം, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരുമ്പോൾ കർത്താവ് നമ്മളെ രൂപാന്തരം ദൈവത്തിൻ്റെ ആത്മാവിനാൽ വരുത്തുമ്പോൾ നമ്മൾക്ക് വേണ്ടി കർത്താവ് കരുതും. ഇവിടെ നോക്കിയേ, ഏലിയാവ്, സ്തോത്രം, ഏലിയാവ് വിധവയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു.
അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവും ഇല്ല. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയാണ്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ കണ്ടാൽ അറിയാം. സ്തോത്രം. വേർതിട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ കണ്ടാൽ അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവയാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, ദൈവത്തിന്റെ പൈതലെ, ഇന്ന് ചില വ്യക്തി ജീവിതങ്ങൾ പറയാൻ പോകുക, നിന്റെ ദൈവമായ യഹോവയാണ്. നിന്റെ ദൈവം ജീവനുള്ള ദൈവമാ. നിന്റെ ദൈവം അത്ഭുത മന്ത്രിയാ. നിന്റെ ദൈവം ആമീൻ അതിശയം പ്രവർത്തിക്കുന്നവനാ. നിന്റെ ജീവിതത്തിനകത്ത് ആമീൻ സ്തോത്രം നന്മ കണ്ട്, നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കണ്ട്, ആമീൻ നിന്നെ തള്ളിക്കളഞ്ഞെടുത്ത്, ആമീൻ സ്തോത്രം, ആ തള്ളിക്കളഞ്ഞ ആമീൻ നിന്നെ ദുഷിപ്പിച്ച നാവ് കൊണ്ട് പറയാൻ പോവുക, സ്തോത്രം, നിന്റെ ദൈവം ആമീൻ അത്ഭുതത്തിന്റെ ദൈവമാണ്. നിന്റെ ദൈവം അതിശയത്തിന്റെ ദൈവമാണ്. നിന്റെ ദൈവം ശക്തനായ ദൈവമാണ്. നോക്കിയേ, നിന്റെ ദൈവമായ യഹോവയാണ്. സ്തോത്രം. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയാണ്. കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരപ്പവുമില്ല. കണ്ട, ഈ വിധവ ഉള്ളതുപോലെ പറഞ്ഞു. നമ്മളായിരുന്നേലോ? സ്തോത്രം. നമ്മളാണ്, നമ്മൾക്ക് കഴിക്കാനുള്ളത് 2 അട ഉള്ളെങ്കിൽ നമ്മൾ കൊടുക്കുവോ? ആരെങ്കിലും വന്നാൽ കൊടുക്കത്തില്ല. സ്തോത്രം. ഇവിടെ ഈ ദൈവത്തിൻ്റെ ഭക്തൻ കൊടുക്കാൻ തയ്യാറായി. സ്തോത്രം. ഉള്ളത് കൊടുത്തപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാ 2 വിറവ് പറക്കുന്നു. അതുകൊണ്ട് ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി ഞങ്ങൾ അത് തിന്നിട്ട് മരിപ്പാനിരിക്കുന്നു. സ്തോത്രം. മാനുഷികമായാണെങ്കിൽ ഞാനാ ഈ വിധവയുടെ അടുത്തേക്ക് പോകുന്നെങ്കിൽ, അല്ലെ നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ, കർത്താവിന് തെറ്റുപറ്റിയതാ. സ്തോത്രം. ദൈവത്തിന് തെറ്റുപറ്റി. നമ്മൾ പറയും, അതുകൊണ്ട് ഇവര് മരിക്കാനിരിക്കുന്നിടത്തേക്ക് എൻ്റെ ദൈവം അയച്ചേക്കുന്നു. ദൈവമേ, നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. ഇന്ന് നമ്മുടെ അവിശ്വാസത്തെ പരിശുദ്ധാത്മാവ് ശാസിക്കുക. നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ആരാണെന്ന്, അവൻ അത്ഭുത മന്ത്രിയാ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സകലവും കഴിയും. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം പരാജയപ്പെടുന്നത് എന്താണെന്നറിയോ? അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കൂടുക. യേശുവിൻ്റെ നാമത്തിൽ അവിശ്വാസത്തെ കർത്താവ് ശാസിക്കുക. വിശ്വാസം വർദ്ധിക്കട്ടെ. ഇവിടെ നോക്കിയേ, കൊണ്ടുവന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാവുന്നു എന്ന് പറഞ്ഞു. ഏലിയാവ് അവളോട്, ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക, ഭയപ്പെടേണ്ടെന്ന്. സ്തോത്രം. ഇന്ന് ഭയത്തോടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവം പറയും, നീ ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ പോകും. നീ ഭയപ്പെടേണ്ട. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരട ഉണ്ടാക്കി കൊണ്ടുവരിക. ഏലിയാവിന് ആ സമയത്ത് വിശപ്പ. സ്തോത്രം. അപ്പോൾ ആദ്യം നീ എനിക്ക് ഒരട ഉണ്ടാക്കി കൊടുത്തരാ, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കി കൊടുക്കുക. വിധവ അത് പറഞ്ഞതനുസരിച്ച് ഒരപ്പം ഉണ്ടാക്കി ഏലിയാവിന് കൊടുത്തു. സ്തോത്രം. കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും മാവ് നിറഞ്ഞു കാണും. 2ാമതും കൊണ്ട് ഏലിയാവിന് കൊടുത്തു കാണും. സ്തോത്രം. അടുത്തതും നിറഞ്ഞു കാണും. ആമേൻ. 3ാമതും കൊണ്ട് കൊടുത്തു കാണും ഏലിയാവിന്. എൻ്റെ ഒരു ചിന്തയാണ് കേട്ടോ. സ്തോത്രം. ഏലിയാവിൻ്റെ വയറ് നിറഞ്ഞു. ഏലിയാവിന് ആവശ്യമെന്താ? വിശപ്പ. അപ്പം. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നീ വിശക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, വചനം ആഴമായി പഠിക്കുവാൻ നീ വിശക്കുന്നുണ്ടെങ്കിൽ, സ്തോത്രം, പ്രാർത്ഥനാ ജീവിതം ആഴമായി നിനക്ക് വിശപ്പുണ്ടെങ്കിൽ, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം ആഴമായി തീരാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ വിശപ്പിനെ മാറ്റാൻ ദൈവം സർവശക്തനാണ്. അപ്പോൾ തന്നെ നിന്റെ ജീവിതത്തിനകത്ത് കടഭാരമാണോ, പ്രതിസന്ധിയാണോ, പ്രശ്നങ്ങളാണോ? ആമേൻ. ഇന്ന് നിന്റെ വിശപ്പിനെ മാറ്റാൻ നിന്റെ കുടുംബത്തിനകത്ത് കർത്താവ് വന്നിട്ടുണ്ട്. എത്ര പേർക്ക് സ്തുതിക്കാൻ കഴിയും?
എൻ്റെ കർത്താവിന് എൻ്റെ കുടുംബത്തിനകത്ത്. ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത്, ആമീൻ, നീ പ്രയാസപ്പെടുന്ന വിഷയത്തിനകത്ത് ഇന്ന് എൻ്റെ കർത്താവ് നിന്റെ ഭവനത്തിനകത്ത് വന്നിരിക്കുക. നീ ഇതിന് കാണുമ്പോൾ തന്നെ നിന്റെ വിഷയത്തിനകത്ത് ആമീൻ ദൈവത്തിന്റെ കരം ചലിക്കുക. സ്തോത്രം. ഇവിടെ നോക്കിയേ, ഏലിയാവളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞു. പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ, യഹോവ ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോവുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ, ഭൂമിയിൽ മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിന്റെ മാവ് തീർന്നു പോകുകയില്ല. സ്തോത്രം. ഇവിടെ എന്താണ്? ആമീൻ, സ്തോത്രം. ഏലിയാവ് പറയാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് ആമീൻ നമ്മൾ 17-ാം അധ്യായത്തിന്റെ ആദ്യം കണ്ടു. അപ്പോൾ അവിടെ നടക്കുന്ന പ്രധാന വിഷയം എന്താ? സ്തോത്രം, ആമീൻ, വരൾച്ചയാ. സ്തോത്രം. ഭയങ്കര പ്രതിസന്ധിയാണ്. നമ്മൾക്കറിയാം, ഈ കൊറോണ കാലഘട്ടത്തിൽ മാനുഷികമായി നോക്കുമ്പോൾ ജോലി ചെയ്യുന്നവർക്ക് ജോലിയില്ല, ശുശ്രൂഷ മേഖലയുള്ളവർക്ക് ശുശ്രൂഷയില്ല. സ്തോത്രം. പലവിധ പ്രയാസത്തിൽ കൂടെ തന്റെ ജനം കടന്നുപോയി. സ്തോത്രം. ആരെങ്കിലും പട്ടിണി കിടന്ന് മരിച്ചെന്ന് കേട്ടോ? സ്തോത്രം. പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, സ്തോത്രം, ദൈവസന്നിധി ആമേൻ നിൽക്കുന്ന ദൈവ പൈതലെ, ഈ കൊറോണ കാലഘട്ടം അത്ഭുതകരമായി നടത്തിയില്ലേ? കൊറോണ കാലഘട്ടം അതിശയകരമായി നടത്തിയില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് സ്തോത്രം ചെയ്യുവാനും സ്തുതിക്കുവാനും ദൈവം നിങ്ങളെ നിർത്തിയില്ലേ? സ്തോത്രം. ആ കാലഘട്ടത്തിൽ തൻ്റെ മക്കൾക്കു വേണ്ടി തക്ക സമയത്ത് കർത്താവ് കരുതുവാൻ സർവശക്തനാണ്, സർവശക്തനാണ്. ഈ പ്രാർത്ഥിക്കുന്ന ആമീൻ ഈ വിധവയ്ക്ക് വേണ്ടി, സ്തോത്രം, വിധവയ്ക്ക് ദൈവം അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ അവളും അവനും, അടുത്ത വാക്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചേ, ഭൂമി മഴ പെയ്യ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്? ആമീൻ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ നോക്കിക്കേ, അവൻ ചെന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ ചെയ്തു. കണ്ടോ? സോറി, അങ്ങനെ അവളും. അപ്പോൾ ഏലിയാവ് ദൈവം പറഞ്ഞത് അനുസരിച്ചു, വിധവ ഏലിയാവ് പറഞ്ഞത് അനുസരിച്ചു. സ്തോത്രം. ഇവിടെ ഒരു അനുസരണ മനോഭാവം കാണുന്നുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ദൈവം പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം പ്രവർത്തിക്കും. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമ്മുടെ അനുസരണ കുറവ് കൊണ്ടാ പല വാഗ്ദത്തങ്ങളും നമ്മളിൽ ലഭിക്കാതിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ അനുസരിക്കാൻ തയ്യാറായി. അങ്ങനെ അവളും അവനും, നോക്കി അടുത്ത വാക്യം, അവളുടെ വീട്ടുകാരും. ഇത്രയും നേരം അവളുടെ വീട്ടുകാരുണ്ടായിരുന്നോ? സ്തോത്രം. വിധവയുടെ മോനുമായിട്ട് കഴിച്ചിട്ട് മരിക്കാനായിരുന്നേ. സ്തോത്രം. അത്രയും നേരം ഈ വിധവയുടെ വീട്ടുകാരുണ്ടായിരുന്നോ? ഇല്ല. ദൈവത്തിന്റെ പൈതലേ, നിനക്ക് അതാ ഞാൻ മുമ്പേ പറഞ്ഞ, പ്രതിസന്ധി വരുമ്പോൾ ആരും കാണത്തില്ല. സ്തോത്രം. പ്രതിസന്ധി വരുമ്പോൾ ആരും കാണത്തില്ല. പക്ഷേ മറ്റുള്ളവർ കൂടെ കൊടുക്കത്തക്ക രീതിയിൽ ഒരു നിറവ് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ നിനക്ക് വേണ്ടി കർത്താവ് തരും.
എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എനിക്ക് വേണ്ടി കർത്താവ് ചില ഉറവകളെ തുറക്കാൻ പോവുക. അവൻ നീ പ്രതീക്ഷിക്കാത്തടത്ത്, അവൻ നീ മനസ്സിൽ പോലും വിചാരിക്കാത്ത മേഖലയിൽ ചില ഉറവകളെ എൻ്റെ കർത്താവിന് സ്തോത്രം തുറക്കപ്പെടാൻ പോവുക. ചില ശുശ്രൂഷയുടെ വാതിലുകൾ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ കുടുംബ ജീവിതത്തിനകത്ത്, ആമേൻ സ്തോത്രം, പ്രതിസന്ധിക്കകത്ത്, പ്രശ്നത്തോടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ കഷ്ടതയ്ക്കകത്ത് ചില ഉറവകളെ ദൈവം തുറന്നു തരാൻ പോകുക. ആമേൻ സ്തോത്രം. വീട്ടുകാരും ഏറിയ നാൾ അഹോവർത്തി കഴിച്ചു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം, കണ്ടോ, വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല. ദൈവത്തിന്റെ വചനപ്രകാരം, ദൈവത്തിന്റെ വചനത്തിന് ജീവനുണ്ട്. ദൈവത്തിന്റെ വചനം ഇരുതല വാൾ മൂർച്ചയേറിയ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദൈവവചനം പറയുമ്പോൾ സ്തോത്രം, ഈ വചനത്താലുള്ള വിടുതൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണെന്ന്. സ്തോത്രം, ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്, ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വചനത്താലുള്ള വിടുതൽ സംഭവിക്കും. വചനത്തിന് ബന്ധനമില്ല. സ്തോത്രം. ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൾ, കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ മകന് ദീനം പിടിച്ചു. ദീനം കടുത്തിട്ട് അവന് ശ്വാസമില്ലാതെയായി. അപ്പോൾ അവൾ ഏലിയാവോട്, അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ നീ എൻ്റെ അടുക്കൽ വന്നത്? സ്തോത്രം. കണ്ടോ, വാദിപ്രതിയായി. സ്തോത്രം. ഇത്തിരി മുമ്പേ മരിക്കാൻ കിടന്ന ഈ വിധവയും കുഞ്ഞും ദൈവം തന്റെ അഭിഷിക്തനെ അയച്ച് ദൈവത്തിന്റെ വിടുതൽ ആ ഭവനത്തിൽ ചെയ്യുകയാണ്. ആ വിടുതൽ ചെയ്തു കഴിഞ്ഞപ്പോൾ, ആ ദൈവഭക്തൻ ആ ഭവനത്തിൽ കാലുകുത്തിയപ്പോൾ, സ്തോത്രം, പാപബോധം ഉണ്ടായി. സ്തോത്രം. നമ്മൾ വായിച്ചു, എന്താ? അയ്യോ ദൈവപുരുഷനെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ പാപം ഓർപ്പിക്കേണ്ടതിനും എൻ്റെ മകനെ കൊല്ലേണ്ടതിനും ആകുന്നുവോ എന്ന് നീ എൻ്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ, ദൈവത്തിന്റെ ആത്മാവുള്ള, ആമേൻ, പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവായതല്ല. ആമീൻ സ്തോത്രം, ആമീൻ സ്തോത്രം. പാപബോധം ഉണ്ടാവും. ദൈവത്തിന്റെ ആത്മാവ് വന്നാൽ, ഈ ഭവനത്തിൽ ചെന്നപ്പോൾ അതുവരെ വിധവയ്ക്ക് പാപബോധം തോന്നിയില്ല. പക്ഷേ ഏലിയാവ് ആ ഭവനത്തിൽ ചെന്നപ്പോൾ പാപബോധം തോന്നി. സ്തോത്രം. ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, എൻ്റെ മേൽ വന്നാൽ, സ്തോത്രം, പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നാൽ പാപബോധം ഉണ്ടാവും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരും. പാപം നമ്മുടെ ഉള്ളിൽ, സ്തോത്രം, ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കും, അതിനെ ഉപേക്ഷിച്ചോണം. ഈ പാപത്തെക്കുറിച്ച് ബോധ്യമില്ലേ, ഓർത്തോണം, ഒരു ശകലം പോലും ദൈവത്തിന്റെ ആത്മാവില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു ദൈവവായുതല്ലേ പാപബോധം. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു ദൈവവായുതല്ലേ പാപബോധം. ഹല്ലേലൂയ. ഇവിടെ നോക്കിക്കേ, അനന്തരം അവിടെ സംഭവിച്ചത് എന്താ? വീട്ടുടമക്കാരത്തിയുടെ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ചു കടന്നപ്പോൾ അവന് ശ്വാസമില്ലാതായി. സ്തോത്രം. ഇസ്രായേൽ മക്കളെ മോശ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നു. കഴിക്കാൻ ആഹാരം, വേണ്ടതെല്ലാം ദൈവം കൊടുത്തു. പക്ഷെ പലപ്പോഴും ദൈവം നടത്തിയ വിധങ്ങളെ, ദൈവം നടത്തിയ വഴികളെ മറന്നിട്ട് പിറുപിറുക്കാൻ തുടങ്ങി.
ഇന്ന് പരിശുദ്ധാത്മാവ് പിറുപിറുക്കുന്ന ചില വ്യക്തികളോട് പറയുകയാണ്, സ്തോത്രം, പിറുപിറുത്ത് നിർത്ത, പിറുപിറുപ്പ് നിർത്ത. ദൈവത്തിന്റെ മുഖത്തേക്ക് ഇന്നലകളിൽ നോക്കിയ ആ ദൈവമുഖത്തേക്ക് ഇന്നലകളിൽ കരുതിയ ആ ദൈവം ഇന്നും നടത്താൻ സർവശക്തനാണ്. ഇവിടെ നോക്കിയ വീണ്ടും സ്ത്രീ ഈ ഏലിയാവിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ചോദിച്ചു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവിടെ ഒരു പാപബോധമുണ്ടായി. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല് ആമി സ്തോത്രം വചനം പറയുമ്പോൾ ചില വ്യക്തി ജീവിതങ്ങൾക്ക് പാപബോധം ഉണ്ടാകണം. സ്തോത്രം, ആമേൻ. പാപബോധം ഉണ്ടാകണം. അവർ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. സ്തോത്രം, അവിടെയാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നേ. ആമേൻ. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തം കണ്ട് ദൈവിക നന്മ അനുഭവിച്ച് ആമീൻ ദൈവത്തിന്റെ പൈതലെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെങ്കിൽ സ്തോത്രം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. പാപത്തെ ഉപേക്ഷിക്കണം. ആമീൻ. പാപത്തെ ഉപേക്ഷിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു കൃപ വെളിപ്പെട്ടു വരും. ഇവിടെ നോക്കിക്കേ, അവിടെ പാപമോർത്തു. സ്തോത്രം. അവൻ അവളോട്, നിന്റെ മകനെ ഇങ്ങ് തരിക എന്ന് പറഞ്ഞു. അവൻ അവളുടെ മടിയിൽ നിന്നെടുത്ത് താൻ പാർത്തിരുന്ന മാളിക മുറിയിൽ കൊണ്ടുചെന്ന് തന്റെ കട്ടിലിന്മേൽ കിടത്തി. അവൻ യഹോവയുടെ എന്റെ ദൈവമായ യഹോവേ, ഞാൻ വന്ന് പാർക്കുന്ന ഇവിടുത്തെ വിധവയുടെ മകനെ കൊല്ലുവാൻ തക്കവണ്ണം നീ അവൾക്കൊരു അനർത്ഥവും ആമീൻ വരുത്തിയോ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. ദൈവത്തിന്റെ പൈതലെ, ചില അഭിഷിക്തന്മാർ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ, ചില ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ പലപ്പോഴും സ്തോത്രം ഹല്ലേലൂയ ആമീൻ സ്തോത്രം ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നത്. നിങ്ങൾക്കും എനിക്കും വേണ്ടി ചില അഭിഷിക്തന്മാർ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ ആമീൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ ലഭിക്കുന്നത്. നമ്മൾ കാണാതെ പോകരുത്, അറിയാതെ പോകരുത്. ഈ അഭിഷിക്തൻ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം ഹല്ലേലൂയ. അവിടെ അത്ഭുതം മുമ്പേ കണ്ടതാ. വിധവയ്ക്ക് വേണ്ടി ഒരു ഉറവ കർത്താവ് തുറന്നു കൊടുത്തു. പക്ഷെ ഏലിയാവിനെ അയച്ചു. പക്ഷെ അപ്പോൾ തന്നെ വിധവയ്ക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ ഏലിയാവിന് നേരെ തിരിഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലെ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, കരയുന്ന ദൈവ പൈതലെ, നിനക്ക് ചില പ്രതികൂലങ്ങൾ വരുമ്പോൾ നിന്നെ സ്തോത്രം നീ ചിലപ്പോൾ വല്ല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കാം. ചില നേരത്ത് സ്തോത്രം നിനക്ക് അപവാദങ്ങളോ നിന്ദകളോ പരിഹാസങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഓർത്തോണം, സ്തോത്രം നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഉണ്ട്. അവൻ നിന്നിലൂടെ വീണ്ടും ആ കുടുംബത്തിനു വേണ്ടി അത്ഭുതം ദൈവം ചെയ്യിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്നിലൂടെ ചില കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക? നീ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ സ്തോത്രം ചില വിടുതലുകൾ സംഭവിക്കാൻ പോവുക. ഇവിടെ നോക്കിയേ, പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു വീണു. എൻ്റെ ദൈവമായ യഹോവേ, ആ കുട്ടിയുടെ പ്രാണൻ അവൻ മടങ്ങി വരുവാറാകട്ടെ എന്ന് ആമീൻ യഹോവയോട് പ്രാർത്ഥിച്ചു. ആ മരണക്കെട്ടിനെ സ്വർഗം അഴിച്ചു. ഇന്ന് സ്തോത്രം പരിശുദ്ധാത്മാവ് ചില മരണക്കെട്ടിനെ അഴിക്കാൻ പോവുക. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആമൻ ജീവിതത്തിനകത്ത് മരിച്ചാൽ മതി, ആമൻ ജീവിതത്തിനകത്ത് മരണത്തിന്റെ ആമൻ എപ്പോഴും മരിച്ചാൽ മതി എന്ന വിചാരങ്ങൾ കൊണ്ടിടുന്ന അന്ധകാര ശക്തിയെ എൻ്റെ സ്വർഗം ഇന്ന് അഴിച്ചു കളയാൻ പോവുക. സ്തോത്രം. ഇവിടെ നോക്കിയേ, പിന്നെ ആ കുട്ടിയുടെ മേൽ അവൻ 3 പ്രാവശ്യം കവിണ്ണുമെന്ന് എൻ്റെ ദൈവമായ യഹോവേ, ആ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. സ്തോത്രം. യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ ദൈവത്തിൻ്റെ ആത്മാവ് കുഞ്ഞിൻ്റെ മേൽ വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞിന്റെ മേൽ വന്നപ്പോൾ
ഒരു പുതിയ ജനനം, വീണ്ടും ജനനം. സ്തോത്രം. ആമേൻ. ആ കുഞ്ഞിൽ നടന്നു. അവൻ ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പുതിയതായി തീർന്നു. ആമേൻ. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്ന് അവൻ ജീവിച്ചു. ഏലിയാവ് കുട്ടിയെ എടുത്തു മാളികയിൽ നിന്ന് താഴെ വീട്ടിലേക്ക് കൊണ്ടുചെന്ന് അവന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഹാലലു, ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് ഏലിയാവ് പറഞ്ഞു. സ്ത്രീ ഏലിയാവിനോട്, കണ്ടോ, അടുത്ത സ്ത്രീ പറയുക, എന്താ പറഞ്ഞേ? നിന്റെ സ്തോത്രം ഹല്ലേലൂയ. അടുത്ത വാക്കിനെ വല്ലാതെ അമ്മ സന്തോഷിപ്പിച്ചു. അമ്മ, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പൈതലേ, ആമി സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് ചിലരൊക്കെ പറയാൻ പോവുക, സ്തോത്രം ഹല്ലേലൂയ, നീ വിളിക്കുന്ന ദൈവം സത്യമാണ്, നിന്റെ നാവിന്മേൽ ആമിനുള്ള ദൈവത്തിന്റെ വചനം സത്യമെന്ന് ആമീൻ സ്തോത്രം ആമീൻ ഇതിനാൽ അറിയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പൈതലേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞ 59 അധ്യായം 21 വാക്യം, ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു. എന്താണ് ആ നിയമം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും ആമീൻ സ്തോത്രം നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ആമീൻ സ്തോത്രം നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമേൻ. ഇന്നു മുതൽ സ്തോത്രം നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ദൈവത്തിന്റെ വചനം സ്തോത്രം ഒരു നാളിൽ വിട്ടുപോകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആമീൻ സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്കൊരു നിമിഷം കണ്ണടയ്ക്കാം. സ്തോത്രം. കരുതുന്നൊരു ദൈവം, തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതുന്നവന്, തലമുറയായി കരുതുന്ന ദൈവം, ആമീൻ വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്നൊരു ദൈവം. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യവാനും പരിശുദ്ധമായ പൊന്നുപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. അപ്പൻ്റെ മക്കളാകുന്ന ഒന്നിച്ച് ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുന്നു. ഈ വചനത്തിന്റെ ശക്തി വ്യക്തി ജീവിതങ്ങളുടെ ഇപ്പോൾ തന്നെ വെളിപ്പെട്ട് വരട്ടെ. ആമീൻ. ചുടാ മന റഗന അർത്ഥ പ്രൗഢകറീവലവ ശാന്തര. രോഗത്താലിരിക്കുന്നവരെ കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അങ്ങയുടെ അടിവിടരാ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, വളരെ പ്രതിസന്ധിയോടെ, ഭാരത്തോടെ, വേദനയോടെ ഇരിക്കുന്ന വിഷയത്തിന്റെ മേൽ ഇന്ന് കർത്താവിന്റെ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ എങ്കിലേക്ക് തിരികെ വരാതെ അതിന്റെ പ്രവൃത്തി ആമീൻ വെളിപ്പെട്ടതിനായി സ്തോത്രം. എല്ലാ അന്ധകാര ശക്തി അഴിഞ്ഞു മാറിയതിനായി സ്തോത്രം. കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് ആമീൻ സ്തോത്രം ഓരോരുത്തരുടെ മേലും കുടുംബത്തിനകത്ത് വെളിപ്പെട്ടതിനായി സ്തോത്രം. ശുശ്രൂഷയുടെ തലങ്ങൾ മാറട്ടെ കർത്താവെ, പ്രാർത്ഥനയുടെ തലങ്ങൾ മാറട്ടെ. ദൈവവുമായിട്ട് അഭേദ്യകരമായ ബന്ധം കർത്താവെ വ്യക്തി ജീവിതങ്ങൾ പകരപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ അത്ഭുതം കാണുവാൻ സ്വർഗം സഹായിക്കും. ഈ വചനം ആമീൻ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവെ, ഇത് രോഗികൾക്ക് സൗഖ്യമാകട്ടെ, ഭൂതങ്ങൾ വിട്ടുപോട്ടെ, ബന്ധിക്കപ്പെട്ടവർ വിട്ടുവെക്കട്ടെ, അന്ധകാര ശക്തി അഴിഞ്ഞു മാറട്ടെ, കർത്താവിന്റെ അനുഗ്രഹമായി തീരട്ടെ. എൻ്റെ വചനത്തിന്റെ ആമീൻ കർത്താവെ സ്തോത്രം. അങ്ങയുടെ വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടവര് അത് സന്തതി വായിൽ നിന്നും ആമീൻ ഒരു നാളും വിട്ടുപോകത്തില്ലെന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. അത് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. ആമീൻ. ആത്മാഭിഷേകം നിറയട്ടെ. ആമീൻ സ്തോത്രം കർത്താവെ. വചനത്തിന്റെ ശക്തി വെളിപ്പെട്ടെ കടന്നു വന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കും. ആമീൻ. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഇങ്ങനെ ഒരു അവസരം തന്ന ആമീൻ ദൈവദാസിയോടും കുടുംബത്തോടും കടന്നു വന്ന ദൈവമക്കളോടും നന്ദി പറഞ്ഞ് ദൈവസ്ഥലത്താണിരിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.